കിലോ നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ നമ്മൾ ഒരു നാടൻ ശൈലിയിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. 1 കിലോ നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ പൊടി ഇട്ടു നമ്മൾ. നല്ല മുളക് പൊടി കേട്ടോ. നമ്മൾ കൂടുതൽ പൊടിക്കാത്ത പൊടിയാണ്. അപ്പോൾ ആ ഒരു പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, ഒരുപാട് വേണ്ട. പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതാണ് മുളക് പൊടി. കണ്ട, ഇത് മുളക് പൊടി നമ്മൾ പൊടിച്ച് വെച്ചതാണ് കേട്ടോ, മിക്സിയിലിട്ടിട്ട്. പിന്നെ കുറച്ച് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് ഒരു 3 അല്ലി കുടംപുളി കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതവിടെ പിടിപ്പിക്കുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് ചേരുവകൾ ഉണ്ടാക്കാം കേട്ടോ. ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് വരെ 2 ചെറിയ സബോള, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, വേപ്പില. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്താ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടി കേട്ടോ. ഈ ചോപ്പ് ചെയ്തത് നമുക്ക് കൂട്ടി ഫിഷിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്താണെന്നറിയോ, നമുക്ക് ഓയിലിൽ വാട്ടിയിട്ടൊന്നും ഇടുമ്പോൾ അത്രയും ഓയിലുകൾ നമുക്ക് ചെല്ലല്ലേ. ഓയിൽ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ വെക്കുന്നത് കേട്ടോ. ഓയിൽ അധികം വേണ്ടി വരില്ല. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും മീനിൽ മുഴുവനായിട്ട് ഇട്ടു. ഇതിട്ടിട്ട് നമുക്ക് ഈ കയ്യിൽ കൊണ്ട് എല്ലായിടത്തേക്കും ആക്കി ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു സബോള കുനുകുലുന്നൽ അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് നമ്മുടെ മീൻ കറി നോക്കാം കേട്ടോ. തുറന്ന് നോക്കേ. വാവ്, നമ്മുടെ മീൻ കറി, മീനൊക്കെ വെന്ത്, നെയ്മീനൊക്കെ വെന്ത് റെഡിയായി കേട്ടോ. നന്നായിട്ട് വെന്തു ഉണ്ടോ, അസലായിട്ട് വെന്തിൻ്റെ മീനൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. ഇനി നമുക്കൊന്ന് താളിച്ചിടാം. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചു. ഒരു 2 ടേബിൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി തുടങ്ങി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വേപ്പില, ഉള്ളി, സബോള ഇടുന്നു. ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുത്ത് ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തളിച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നെയ്മീൻ കറി റെഡി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.